തലത്തിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നത് ഗോഡ്സെയാണെന്നും RSSകാർ അതിൽ പറയുന്നില്ല. ഗാന്ധിജി എങ്ങനെയാണ് മരിച്ചതെന്നോ കൊല്ലപ്പെട്ടതാണെന്നോ ഒരു ആഖ്യാനവും അതിലില്ല, ഒരു പാഠ്യപദ്ധതിയും അതിലില്ല. അങ്ങനെ ഈ രാജ്യത്തെ കുട്ടികൾ പഠിക്കേണ്ട, ചരിത്ര വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട എല്ലാ പാഠ്യപദ്ധതികളെയും വെട്ടിമാറ്റിയിട്ട് ഈ രാജ്യത്തെ ഊഹകഥകളും ഐതിഹ്യങ്ങളും കുത്തി നിറച്ച് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എവിടെ മെനഞ്ഞതാ ഈ പാഠ്യപദ്ധതി? അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. RSSന്റെ ആചാര്യന്മാർ മെനഞ്ഞെടുത്ത, സനാതനികൾ മെനഞ്ഞെടുത്ത ആ പുസ്തകത്തിന്റെ രൂപത്തിൽ പുറത്തിറക്കിക്കൊണ്ട് ഈ രാജ്യത്ത് പല സ്കൂളുകളിലും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം മൂഢമായ അന്ധവിശ്വാസങ്ങളാണ്. അതാണ് കേരളത്തിലെ കുട്ടികളെയും പഠിപ്പിക്കാൻ പോകുന്നത്. അതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചൂട്ട് കത്തിച്ചു കൊടുക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. RSS ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവർ നടപ്പിലാക്കിക്കൊള്ളട്ടെ. അവിടെ ഉളുപ്പും മാനവും ധീരതയുമുള്ള ഒരു സമൂഹം എന്താണോ ഭാവിയെടുക്കുന്നത്, അന്നാ വിദ്യാഭ്യാസ പദ്ധതി ഇടങ്കാലിൽ കൊണ്ട് ചവിട്ടിയെറിയാൻ ആൺകുട്ടികൾ പിറവിയെടുക്കാൻ അവരത് തെറ്റുകൊള്ളും. പക്ഷേ കേരളത്തിൽ എന്ത് സംഭവിച്ചു? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളം ഇത് ഇങ്ങ് ഏറ്റെടുക്കാൻ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഭരിക്കുന്നത് RSSകാരാണ്. ഒരു MLA പോലുമില്ല നിയമസഭയിൽ RSSന്. പക്ഷേ RSSന്റെ പദ്ധതികൾ ഒന്നൊന്നായി രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതാണല്ലോ ഏറ്റവും ഒടുക്കത്തതാണല്ലോ PMC. പക്ഷേ PMC പദ്ധതിക്ക് എതിരെ SFIക്കാരൻ തുടങ്ങിക്കഴിഞ്ഞു. SFIക്കാരൻ ഇതുവരെ പ്രസംഗിച്ചിരുന്നത്, ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നതിന് ഒറ്റ രാത്രി കൊണ്ട് തിരിച്ചു പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല സഖാവേ എന്ന് SFI നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായിയാണ്.